ചതിയൻ ചന്തു പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPIM. വെള്ളാപ്പള്ളിയുടെ എല്ലാ നിലപാടുകളുടെയും ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPIM-ഉം CPI-യും ഒത്തൊരുമയോടെ പോകുന്ന പാർട്ടികളാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPIM-ന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പിപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPI-യും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങൾ അബ്ദുൾ റഹീം നൽകും. അബ്ദുൾ റഹീം, വളരെ വ്യക്തമായിട്ടാണ് MV ഗോവിന്ദൻ അക്കാര്യത്തിൽ വിശദമാക്കിയിരിക്കുന്നത്. CPI-യെ തങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ടും വെള്ളാപ്പള്ളി നടേശൻ കുഴപ്പമുണ്ടാക്കിയാൽ കൂടെ നിർത്തുകയില്ല എന്ന സൂചന നൽകിക്കൊണ്ടുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കേണ്ടതായിട്ട് വന്നു? മറ്റ് വിവരങ്ങൾ എന്താണ്? റഹീം, കേൾക്കാമോ? അബ്ദുൾ റഹീമാണ് ആ വിവരങ്ങൾ നൽകേണ്ടത്. റഹീമിന് കേൾക്കാനാകുന്നില്ല. അതിലേക്ക് എനിക്ക് തോന്നുന്നു തിരിച്ചു വരാം എന്നാണ് തോന്നുന്നത്. എന്തായാലും ചതിയൻ ചന്തു പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളുകയാണ് CPIM ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചെയ്തിരിക്കുന്ന പാർട്ടിക്ക് കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രസ്താവനകളുടെയും ഉത്തരവാദിത്തം തങ്ങൾ എടുക്കേണ്ടതില്ല എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്.